വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പോൾ ജനിച്ചു വന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞു. ഇല്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളും സംഘടനാപരമായ പ്രശ്നങ്ങളും രണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ആദ്യം ഉണ്ടാവണം. വ്യക്തിപരമായ പ്രശ്നത്തെ വ്യക്തിപരമായിട്ടും ദിബിന നിങ്ങൾക്ക് കോമഡി ഉത്സവത്തിലൂടെ പരിചയം ഉണ്ടാവും. ദിബൻ കോമഡി ഉത്സവത്തിൽ ഒരു പെർഫോമർ എന്നതിനപ്പുറം നല്ലൊരു ഡയറക്ടർ കൂടിയാണ്. ഒന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. വെൽക്കം ബാക്ക്. അതേ, അഭിഗീത കഥകൾ എപ്പോഴും നമുക്കൊരു വീക്ക്നെസ് തന്നെയായിരുന്നു. അഭിഗീത കഥകൾ കേൾക്കാൻ വലിയ താല്പര്യമുള്ള പഹയന്മാരാണ് ഏവരും. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അത് ഏറെ ഞെട്ടുളവാക്കുന്ന ഒരുപക്ഷെ സജന പൂക്കുറ്റി ആ ഒരു അഭിഗീത കഥകൾക്ക് ശേഷം നിരവധി ആളുകൾ നെഞ്ചിലേറ്റാൻ പോകുന്ന മറ്റൊരു അഭിഗീത കഥ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഈ ഒരു വെളിപ്പെടുത്തൽ എൽപിയുടെ മാത്രം വെളിപ്പെടുത്തലാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എൽപിയോട് പോയി പറയാം. നമുക്കിതിലൊരു അഭിപ്രായമില്ല, നമ്മൾ ആ വെളിപ്പെടുത്തൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമാണ്. എന്താണ് സംഭവിച്ചത് ഏറെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത്, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അത് നടി അൻസിബ ഹസനുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടുളവാക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ എൽപി നടത്തിയിരിക്കുന്നു. ഓരോന്നോരോന്നായി പോരട്ടെ. അൻസിബ ഹസനെ ഞാൻ ആദ്യം വാങ്ങിക്കൊടുത്തു. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പോൾ ജനിച്ചു വന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞു. അതേ, അൻസിബയെ നെഞ്ചിലേറ്റിയ ആളുകൾക്ക് ഏറെ ഞെട്ടുളവാക്കുന്ന ദുഃഖത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു വാർത്തയാണ്. അതായത് ഇവർ ഒപ്പരം ഒരു ഷൂട്ടിങ്ങിന് ട്രിവാൻഡ്രത്താണെന്ന് മനസ്സിലാക്കുന്നു. ട്രിവാൻഡ്രത്ത് ഒരു ഷൂട്ടിങ്ങിന് പോകുന്നു. ജാഫർ ഇടുക്കി ഉൾപ്പെടെയുള്ള ആളുകൾ അഭിനയിക്കുന്ന ഒരു സിനിമ. ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഇവരൊരു വില്ലയിൽ താമസിക്കുന്നു. ആ വില്ലയിൽ വെച്ച് രാത്രിയിലുണ്ടായ ആരെയും ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ. അതായത് ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു അന്ന്. ആ ഒരു സുഹൃത്ത് ബന്ധത്തിനെ തുടർന്ന് രാത്രിയിലുടനീളം ചില കഥകൾ പറഞ്ഞിരുന്നതിന് ശേഷം രാവിലെ ലക്ഷ്മിപ്രിയ പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ യാത്ര പറയാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച അൻസിബയുടെ റൂമിൽ മറ്റൊരു പഹയൻ കാട്ടിലിന്മേ കുത്തിയിരിക്കുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല, ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതേ, ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. കോമഡി ഉത്സവത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്ന മിഥിലാജ് എന്ന് പറയുന്ന ഒരു പഹയൻ അതേ പുതുമുഖ താരം തന്നെയാണ്. മിഥിലാജ് എന്ന് പറയുന്ന ഒരു പഹയന്റെ പേരാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി കഥാപാത്രങ്ങൾ വന്നു പോകുന്ന പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണോ വരാൻ പോകുന്നത്? ആരാണ് ആ പഹയൻ? നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ ഒരു അഭിഗീത കഥയിലേക്ക് ഓനെ സ്വാഗതം ചെയ്യാം.
അതെ, ഇതാണ് മിഥിൽ രാജ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ. LP പറയുന്ന മിഥിൽ രാജ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ ഇതാണ് കോമഡി ഉത്സവം പ്രൊഡ്യൂസർ. ഓനാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അധികം വീഡിയോസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാലും ഓന്റേതായ ആകെ കണ്ട ഒരു വീഡിയോ ഓൻ ചില കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ സ്വന്തം ദിബിനാണ്. ദിബിനെ നിങ്ങൾക്ക് കോമഡി ഉത്സവത്തിലൂടെ പരിചയം ഉണ്ടാവും. ദിബൻ കോമഡി ഉത്സവത്തിൽ ഒരു പെർഫോമർ എന്നതിനപ്പുറം നല്ലൊരു ഡയറക്ടർ കൂടിയാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, വേപ്പില എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം കുറെ നാൾ മുന്നേ 4 കോടിയിലധികം ആൾക്കാർ കണ്ട ഒരു ഷോർട്ട് ഫിലിം. അതിന്റെ പിന്നിൽ ഈ ദിബിനായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പോലും വൈകിയാണ്. ആ ദിബിന്റെ പുതിയ സൃഷ്ടി അതിന്റെ ട്രെയിലർ കണ്ടു, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അസാധ്യമായിട്ടാണ് അവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന്റെ സോങ്സ് ഒക്കെ കണ്ടു. ഈ വരുന്ന 11-ാം തീയതി സോങ് റിലീസാണ്. നമ്മുടെ സ്വന്തം മിഥുൻ രമേശിന്റെ പേജിലൂടെ ആയിരിക്കും അത് റിലീസ്. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് LP പറഞ്ഞ മിഥിലാജ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ മഴവിൽ മനോരമയിലും ഫ്ലവേഴ്സിലും അടക്കം നിരവധി പ്രോഗ്രാമുകൾ ചെയ്ത ഈ ഒരു പഹയനെ തന്നെയാണ്. ഓനിക്ക് താടിയും മീശയും ഉള്ള ഒരു പഹയനാണ്. ഓൻ തന്നെയാണ് റൂമിൽ മാസ്ക് ഇട്ട് അൻസിബയുടെ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണപ്പെട്ടതെന്നാണ് പറയുന്നത്. ആ ഒരു പഹയൻ കല്യാണം കഴിച്ച് കുട്ടിയുള്ള ഒരു പഹയനാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഓന്റെ കുടുംബം ഇതറിയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഏറെ ഞെട്ടലുവാക്കുന്ന തന്നെയാണ്. ഒരു ഡയറക്ടർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇനി ഓനും അൻസിബയുമായിട്ട് എങ്ങനെയാണ് ഒരു കണക്ഷൻ വന്നതെന്ന് ചോദിച്ചാൽ അതിനും ചെറിയൊരു സാധ്യത, അതായത് ഒരു ഹിന്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അൻസിബ എന്ന് പറയുന്ന ഈ ഒരു താരം കോമഡി സൂപ്പർ നൈറ്റോ അങ്ങനെ എന്തോ ഒരു പരിപാടി ഫ്ലവേഴ്സിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പരിപാടിയിൽ ആങ്കറാകുന്ന ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ മിഥിൽ രാജ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ആ ഒരു പ്രോഗ്രാമിൽ ആങ്കറായി വന്നത് നമ്മുടെ അൻസിബ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ താരമായിരുന്നു. നന്മയുടെ വെള്ളി വെളിച്ചം തേടുന്ന പൂർണ്ണചന്ദ്രനും മാനത്ത് ഒന്ന് മാറ്റി തരൂ. വെള്ളി വെളിച്ചം പകരുന്ന പൂർണ്ണചന്ദ്രനും വെള്ളി വെളിച്ചം പകരുന്ന പൂർണ്ണചന്ദ്രനും മാനത്ത് തിളങ്ങുന്ന പൊൻതാരകങ്ങളും സമ്മാനിക്കുന്ന ചിരിയുടെ ആഘോഷരാവിന്. മാനത്ത് തിളങ്ങുന്ന പൊൻതാരകങ്ങളും ഓർമ്മ നിൽക്കണില്ല. ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞു ജസ്റ്റ് ഒന്ന്. നന്മയുടെ വെള്ളി വെളിച്ചം പകരുന്ന പൂർണ്ണചന്ദ്രനും. സ്വാഗതം. ഇത് കണ്ടകുളത്തി കുങ്കുമചന്ദ്രൻ കോമഡി സൂപ്പർ നൈറ്റ്. അത്രേ ഉള്ളൂ. ഇടുക്കി ഈ ചിരിയുടെ ആഘോഷങ്ങൾക്ക് നിറച്ചാൽ തെളിയിക്കാൻ ഈ വേദിയിൽ ഒരു അതിഥി എത്തുന്നു. കോമഡി സൂപ്പർ നൈറ്റ് 2 ഇന്നത്തെ അതിഥി. ഈ അതിഥി ആരാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. നമുക്കും കാണാം. We sing happy birthday to you. ഏറെ ബുദ്ധിമുട്ടി അൻസിബയെ കൊണ്ടൊരു പ്രോഗ്രാം ആഗ്രഹിപ്പിക്കുന്നു. ആ ഒരു പരിപാടി വലിയ സക്സസ് ആയോ ഇല്ല എന്ന് എനിക്കറിയില്ല. ആ ഒരു പരിപാടിയിൽ അൻസിബയായിരുന്നു ആങ്കർ. അൻസിബയുടെ ബർത്ത്ഡേ ആഘോഷം അവിടെ വെച്ച് നടത്തുന്നു. അതായത് നിരവധി ആങ്കർമാർ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ആളുകൾ ഉണ്ടായിരുന്നിട്ടും അൻസിബയെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടിച്ച് ആ ഒരു ആങ്കറിംഗ് നടത്തിയതിന്റെ പിന്നിൽ എന്തായിരുന്നു? അത്തരത്തിൽ നോക്കുമ്പോൾ ഏറെ ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങളും സംഘടനാപരമായ പ്രശ്നങ്ങളും രണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ആദ്യം ഉണ്ടാവണം. വ്യക്തിപരമായ പ്രശ്നത്തെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായ പ്രശ്നത്തെ അങ്ങനെ കാണാനും കഴിയാത്തിടത്തോളം കാലം ഇനി ഏത് കമ്മിറ്റി വന്നാലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ആകെ മൊത്തം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഇവർ തമ്മിലുണ്ടായിരുന്ന വ്യക്തിപരമായ പ്രശ്നം, വലിയ സുഹൃബന്ധമുണ്ടായിരുന്നു. ആ ഒരു സുഹൃബന്ധത്തിനിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പൊട്ടിത്തെറി, അതായത് വലിയ സുഹൃത്തായിട്ട് കൂടി അൻസിബ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി തൻ്റെ ഒരു ലവ് കോംബോ ഓളിൽ നിന്നും, അതായത് LP യിൽ നിന്നും ഒളിച്ചു വെച്ച്, ഒരുപക്ഷെ LP അറിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയുമെന്ന് ഓൾക്കറിയാമായിരുന്നു. എന്നാൽ LP അത് കണ്ടെത്തിയെന്നാണ് LP അവകാശപ്പെടുന്നത്. LP അത് കണ്ടെത്തുകയും അത് പുറത്ത് പറയുമെന്ന് ഭയന്ന അൻസിബ LPയെ കുറിച്ച് മറ്റൊരു അവിഹിതം ഉണ്ടാക്കിയാണ്. LP ദുബായിൽ പോയിട്ട്, അതുള്ളതാണോ ഒന്നും നമുക്ക് ഇതുവരെ അറിയില്ല, LP ദുബായിൽ പോയിട്ട് ചില ഫോട്ടോകൾ, കാണാൻ പാടില്ലാത്ത ഫോട്ടോകൾ എടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില മെസ്സേജുകൾ LPക്ക് അയക്കുകയാണ്. ആ മെസ്സേജുകൾ LPയുടെ ഭർത്താവായ ആ ഒരു പഹയൻ കാണുകയാണ്. അങ്ങനെ ആ ഒരു കുടുംബത്തിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്നു. LPയെ ആ ഒരു പഹയനായ ഭർത്താവ് ചുമ്മാതെങ്കിലും ഒന്ന് സംശയിക്കുന്നു. അത് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നു. പോലീസ് കേസാവുന്നു. പോലീസ് കേസ്
കേസാവുമ്പോൾ അൻസിബയെ അവിടെയും സഹായിക്കാൻ പോലീസ് സ്റ്റേഷനിൽ മിഥിലാജ് എന്ന് പറയുന്ന ഈ ഒരു പാഹേനാണ് എത്തിയെന്നാണ് പറയുന്നത്. അതായത് അൻസിബയുടെ ഈ ഒരു റിലേഷൻ LP കാണുന്നു. LP ഇത് പുറത്ത് പറയാതിരിക്കാൻ ഒരു ഭീഷണി എന്നോണം അൻസിബ വ്യക്തിപരമായുള്ള വിഷയങ്ങളാണ്. അൻസിബ LPയെ വെച്ച് ചെറിയൊരു കഥയുണ്ടാക്കിയെന്നാണ് ഈ ഒരു നിമിഷത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും പൂർണ്ണമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. അൻസിബ ഹസന് ഇതുമായി ബന്ധപ്പെട്ട് ഓൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഈ കാണുന്നത്? നമ്മൾ നെഞ്ചിലേറ്റിയ താരങ്ങൾ ഈ രീതിയിൽ അവിഹിതം നടത്തുന്നവരാണോ? ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. വരും ദിവസങ്ങളിൽ കൂടുതൽ അവിഹിത കഥകളുടെ ചുരുളഴിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്നിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഒരാളിനെ ഞാൻ കണ്ടു, ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദറാണ്.